ഓക്കേടാ എന്ത് ഭംഗിയാ കേട്ടോ. നല്ല വണ്ണുണ്ട് നീളല്ലെങ്കിലും കൺമണിക്കുട്ടിയുടെ എന്താ പറയാ പുത്തൂർക്ക് വരുന്ന ഇന്നലെ നമുക്ക് മഴ പെയ്തില്ല. മഴ പെയ്തപ്പോൾ നോക്കിയേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ നമ്മളുണ്ടല്ലോ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ പുലർച്ചെ ഒരു 4:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോണേൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൺമണിക്കുട്ടിയും അതേപോലെ തന്നെ കൺമണിക്കുട്ടിയുടെ അമ്മൂമ്മ, അതായത് ഷൈറിൻ്റെ പെങ്ങൾ അലീൻ്റെ അടുത്തേക്ക് പോവാണ്. അതായത് കൺമണിക്കുട്ടിയുടെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഇട്ടാ. അപ്പോൾ എല്ലാ വർഷവും കൺമണിക്കുട്ടി അതേപോലെ ഇങ്ങനെ പോകാറുണ്ട് ബഹ്റൈനിലേക്ക്. വെക്കേഷൻ അവിടെയാണ് അവളുടെ. അപ്പോൾ നമ്മൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എയർപോർട്ടിലേക്ക് പോണത്. അപ്പോൾ കൺമണിക്കുട്ടി പുത്തൂരാണ്. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ അടുത്തും. ഇന്നലെ രാത്രിയിലാണ് കൺമണിക്കുട്ടി പുത്തൂർക്ക് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇവിടേക്ക് പോകാനായിട്ട്, ഇവിടേക്ക് നമ്മുടെ എയർപോർട്ടിലേക്ക്. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇനി കൺമണിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാം. വയ്യോട്ടാ. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാറിൻ്റെ മുകളിലേക്ക് അല്ലു ഇരിക്കുന്നുണ്ട്. അല്ലുവിന് അപ്പോൾ ഞാനിതാ ഫുഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ ചാർലിയും ടൈസനും അംബ്രൂസും എല്ലാവരും ഉണ്ട് കേട്ടാ. ഒരു ഇപ്പം നല്ല കിളികളുടെ നല്ലൊരു സൗണ്ട് കേൾക്കാം കേട്ടാ. നമ്മുടെ ഈ ചാമ്പ മരത്തിൻ്റെ നിന്നാണ് ഈ ഒരു സൗണ്ട് കിളികളുടെ. നമ്മൾ പോവാണ് കേട്ടാ. നമ്മളിതാ പുത്തൂരെത്തിയിട്ടാ. അതേ കൺമണിക്കുട്ടിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ജാക്കി എപ്പോഴും എണീറ്റ് സുന്ദരി? നേരത്തെ എണീറ്റാ? എന്തെല്ലാം ഉറങ്ങിയാ? പോവാ അച്ചടാ. എല്ലാം റെഡി ആയ്യാ പൊന്നു? എവിടെ അമ്മൂൻ്റെ റെഡി ആവാണ്ടല്ലേ? അമ്മൂമ്മയുടെ നമുക്കകത്ത് കയറേ. അമ്മു കണ്ണനും അല്ലേ റെഡി ആയില്ലേ? ഇല്ല റെഡി ആയിട്ടില്ലേ അവര്? ബ്ലൂസിൽ നമ്മുടെ കൺമണിക്കുട്ടിയുടെ എന്താ പറയുക പുത്തൂർക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണം കേട്ടോ. പ്രീതിക്ക് 2 പട്ടികളുണ്ട്, ബ്ലൂസിയും കാളിയും. അത് പേരാണ് കേട്ടോ അവരുടെ. കാളിക്കുട്ടി ബ്ലൂസി വൈറ്റ്, കാളി കറുപ്പ്. എനിക്ക് പേടിയ കൺമണിക്കുട്ടിയെ. എനിക്ക് എന്താണാവോ ബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാളിക്കുട്ടി അല്ലേ, കാളിക്കുട്ടിയെ ബ്ലൂസി കുട്ടിയെ. ഓ കണ്ട എൻ്റെ കാളി. കാളി ബ്ലൂസിയുടെ പേര് നമ്മൾ വിളിച്ചാണ് കാളിക്ക് ഇത്ര ദേഷ്യം. ഓ ശരി ഓക്കെ, വിളിക്കണില്ല. ബൈ ബൈ. ഇവിടെ ഇരുന്നോട്ടാ കൺമണിക്കുട്ടിയോട്. കൺമണിക്കുട്ടി ഈ കൺമണിക്കുട്ടി കുറച്ച് ദിവസം കണ്ടു വരുള്ളൂ. അപ്പം എന്താ കണ്ടോക്കണേ? കൺമണിക്കുട്ടി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ പറഞ്ഞ കൺമണിക്കുട്ടി അവരോട് പറയലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ കൺമണിക്കുട്ടിയുടെ മുടിയുമ്പോൾ നോക്കിയാൽ കാലം കാട്ടിയതാട്ടാ. നോക്കിയേ, ഇതേ കണ്ടോ ഇവിടെ ഒരു കളറ്. പിന്നെ ബാക്ക് തിരിഞ്ഞ കൺമണിക്കുട്ടിയെ ഇതാ ഇവിടെ ഒരു പിങ്ക് കളറ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു കളറ്. പക്ഷേ ഇതൊന്നും നമ്മൾ മുടിയുമ്പോൾ ആക്കിയിട്ടുള്ളൊരു കളറല്ല കേട്ടോ. ഇതൊരു ക്ലിപ്പാണ് വെച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ മുടിയുമ്പോൾ ഹെയർ പല കളറുകളൊക്കെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവരൊരു ഇഷ്ടത്തിന് രസത്തിന് ഇതേപോലെ ക്ലിപ്പുകൾ കിട്ടും കേട്ടോ. അത് വെക്കാട്ടാ. നല്ല ഭംഗി തോന്നിയത്. ഇനി നമുക്ക് അകത്തേക്ക് പോയല്ലേ കൺമണിക്കുട്ടിയെ? ബ്ലൂസി ടാറ്റ കൊടുത്തോ? അയ്യോ സങ്കടം അവർക്ക് ഉണ്ടിട്ടേ കൺമണി അവർ മുഖത്ത്. വന്നൂല്ലേ? അതന്നെയാട്ടോ അവർക്ക് നല്ല സങ്കടം ഉണ്ട്. കൺമണിക്കുട്ടി പാക്ക് ചെയ്യണുണ്ട്. അപ്പൊ കാളി എങ്ങോട്ടാന്ന് ചോദിച്ചു വന്നൂന്ന്. അതിന്റെ സങ്കടം ഉണ്ട്. 2 പേരും ഇരിക്കണോക്കിയേ. എല്ലാ ദിവസവും വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പുത്തൂർക്ക് വരണം പറഞ്ഞിട്ട് കൺമണിക്കുട്ടി ഓടുന്നില്ലേ? നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ കൺമണിക്കുട്ടി തുടക്കത്തെ വീഡിയോയിലേക്ക് എല്ലാ ദിവസവും വീഡിയോയിലുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് കൺമണിക്കുട്ടി നമ്മുടെ വീഡിയോയിൽ എല്ലാത്തിലും ഉണ്ടാവും. അതായത് പുത്തൂർക്ക് ഇങ്ങോട്ട് വരും വെള്ളിയാഴ്ച സ്കൂൾ വിട്ട്. പിന്നെ ഇവിടെ അടുത്താണ് ഡാൻസൊക്കെ പഠിക്കുന്നത്. അതും പിന്നെ ഇവരും ഒക്കെയുള്ള കാരണം കൺമണിക്കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടം അല്ലേ കൺമണിക്ക്? ഇനിയിപ്പോൾ 2.5 മാസം കഴിഞ്ഞിട്ടായിട്ട് നമ്മുടെ കൺമണിക്കുട്ടി ഇനി വരുള്ളൂ ബഹ്റൈനിൽ പോയിട്ട്. വാ ബ്ലൂസ് ഇട്ടിരുന്നു.
അയ്യോ അല്ല ബ്ലൂസിലെ കാലി എനിട്ടുണ്ട്. കാലീനെ എനിക്ക് ഇത്തിരി പേടിയാ. പക്ഷെ അവള് പാവാൻ തോന്നുന്നുണ്ട് മുഖം കാണും. പക്ഷെ നമുക്ക് പേടി തോന്നും. ഷായേട്ടനോട് കൺമണിക്കുട്ടി അവളുടെ പെട്ടികളൊക്കെ ഏതാന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കണേ. പോവാൻ തീർത്തേ കൺമണിക്കുട്ടിയെ. ബാഗൊക്കെ എടുത്തതാ കൺമണിക്കുട്ടിയുടെ വേഗം ഇറങ്ങി. ഇനിയിപ്പോ ഒന്നും വെക്കലില്ല. കൺമണിക്കുട്ടി എല്ലാം വെച്ചില്ലേ ഇപ്പൊ? അമ്മ അത് അമ്മ കൊണ്ടുവരും അല്ലേ? ബാക്കി ഇപ്പം എല്ലാം വെക്കൽ കഴിഞ്ഞു അല്ലേ? അപ്പം നമ്മളിതാ എയർപോർട്ടിലേക്ക് പോവാട്ടാ. അപ്പോൾ പ്രീതിനെ അറിയാലോ, ചേട്ടൻ്റെ പെങ്ങള്, കൺമണിക്കുട്ടിയുടെ അമ്മൂമ്മ, പിന്നെ കൺമണിക്കുട്ടിയുടെ അമ്മ, പിന്നെ കൺമണിക്കുട്ടിയുടെ മാമൻ. അപ്പം ഞങ്ങൾ ഇത്ര പേരാട്ടോ കൺമണിക്കുട്ടീന് അമ്മൂന് കൊണ്ടാക്കാൻ വേണ്ടി പോണത്. കൺമണിക്കുട്ടി പിന്നെ കൺമണിക്കുട്ടിയുടെ അച്ഛൻ മാൾട്ടയിലാണ്. അപ്പം അതുകൊണ്ടാണ് അച്ഛനോടൊക്കെ കാണാത്തത്. പിന്നെ അച്ചാച്ചനും അമ്മാമ്മി ഇപ്പം പുലർച്ചെ പോണ കാരണം തന്നെ അവർ ഇന്നലെ വരെ അച്ചാച്ചനും അമ്മാമ്മയുടെ അടുത്തുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് അവരിവിടെ കൊണ്ടാക്കി പോയതാണ്. ടാറ്റ കൊടുത്തേ. ഇനി എയർപോർട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞേ. കൺമണിക്കുട്ടിയെ അതേ നോക്കിയ എയർപോർട്ടിൽ നമ്മൾ എത്താറായിട്ട് അതേ കവാട് നമ്മൾ കടന്നു. അത് നോക്കി തിരിച്ചേ. അച്ഛനക്ക് അതിനേക്കാളും സങ്കടം ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഉള്ളിൽ കയറേണ്ട സമയമായി. അപ്പൊ അവളെ എല്ലാവർക്കും മുമ്പ് വിധിക്കണ്ടേ? വിധിക്ക് ഓക്കേടാ. അയ്യ എന്റെ കൺമണി കുട്ടിയല്ലേ വിധിക്കന്ന്. ഇനി എന്താ വേണ്ടേ? ടാറ്റ പോവല്ലേ? അപ്പം നമ്മുടെ കൺമണിക്കുട്ടി ഇതാ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ നിൽക്കണില്ലേ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടാ. പിന്നെ ഞങ്ങൾ വരും വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞിട്ട് ഇനി വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ സമയം കുറേ പോകുമല്ലോ. അപ്പം ഞങ്ങൾ മസാല ദോശ കേട്ടോ കഴിക്കാൻ വേണ്ടി മേടിച്ചത്. അപ്പം നമ്മളിതാ വീട്ടിലെത്തി. വരും വഴിക്ക് നമ്മുടെ കൺമണിക്കുട്ടിയുടെ അമ്മേനെ, കൺമണിക്കുട്ടിയുടെ അമ്മയ്ക്ക് ജോലിയുണ്ട്, അവിടെ ഓഫീസിൽ ഇറക്കിയിട്ടാ. പിന്നെ അതേപോലെ കണ്ണനും പോയി. ഇതാ അറിയാറെ എത്തി എടുക്കണേടാ. ഇവരിങ്ങനെ എത്തും കയറി എടുക്കും. പേളിക്കുട്ടിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ. കഴിച്ചോ കഴിച്ചടി കഴിച്ചോ. അല്ലുമണിയെ അല്ലിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാ വന്നു, വണ്ടി വന്നു, അവള് വേഗം കയറിയതിൻ്റെ മുകളിലിരുന്നു. ഇപ്പോൾ ആൾക്ക് ഈ പുറത്ത് എല്ലാവരും കൂടി കാണുമ്പോൾ വലിയ തീരെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ വണ്ടിയുടെ മുകളിൽ. ഒരു പണിയാ കഴിച്ചോട്ടാ. കുടിച്ചോ അല്ലു കുടിച്ചോ. ഇനി എന്ത് ചാരലിക്കുട്ടന് വേണോ? വയ്യോ ചാരലിക്കുട്ടന് വേടാ. തിന്നോട്ടാ. എന്നാ കാക്കയ്ക്ക് ദാ എന്നാ.
നിങ്ങൾക്ക് തരാട്ടാ. നിങ്ങൾക്ക് അറിയാൻ ഞാണ്ടാ പോണത്. ഇപ്പം തരുന്നുണ്ട് കേട്ടാ. ആ തരുന്നുണ്ട്. ആദ്യം ഇവർക്ക് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ. ആ മീനുകളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും തുടങ്ങി അവർ ചാടല്. മീനുകളുടെ എനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടാ. ഈ നേരമായി കാരണം നല്ല വെളിച്ചം വെയിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കാണാം. പിന്നെ അവർ വന്ന് മുകളിൽ വന്ന് തിരിഞ്ഞു പോണത്. ഈ സമയത്ത് ഇങ്ങനെയാണ് ഇങ്ങനെ നിൽക്കും. ഇനി നിങ്ങൾക്ക് തീറ്റ പടിഞ്ഞു കൊണ്ടാ. ഇനി നമ്മുടെ കോഴികൾക്കേ ഇന്നിപ്പോൾ കോഴികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നേരെ വൈകിലോ നമ്മൾ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ ചീരിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറ്. ഇന്നിപ്പോൾ കൂടൊക്കെ കഴുകിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ പാവങ്ങൾ കുറേ നേരെ വിശന്ന് നിൽക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഇവർക്ക് ചീര അരിഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ കോഴിക്കൂട് കഴുകണമല്ലോ. അപ്പോൾ ഇനി കത്തിയെടുക്കട്ടെ. ഇപ്പോൾ കൊണ്ടുവരാട്ടാ. നമ്മളവിടെ ഒരു ദിവസം മഴ പെയ്തപ്പോൾ അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വീണത് ഈ ഒരു നേന്ത്രവാഴ കൊലയ്ക്കാറായതായിരുന്നു. പക്ഷേ അത് കാരണം കുഴപ്പമില്ല. കുളച്ചിട്ടാണെങ്കിൽ നമുക്ക് വിഷമം തോന്നിയേനെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞേട്ടൻ്റെ മതിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അതിങ്ങനെ വിണ്ട് നിൽക്കണ മതിലായിരുന്നു. ആ മതിലിൻ്റെ അവിടെ വീണു. പിന്നെ നമ്മുടെ മതിൽ അതേപോലെ വിണ്ട് നിൽക്കുന്നുണ്ട്. കാട്ടിത്തരാം. അങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞേട്ടൻ. പിന്നെ കുഞ്ഞേട്ടൻ്റെ മതിൽ ഇങ്ങനെ വിണ്ട് നിൽക്കണം കണ്ടപ്പോൾ തന്നെ ഒരാളെ കൊണ്ടു നോക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി അത് കെട്ടാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും. പക്ഷെ അപ്പോഴേക്ക് അത് വീണു അവിടെ. ഇനി നമ്മുടെ ഇത് ഇങ്ങനെയാണ് നിൽക്കണേ. ഇപ്പോഴത്തെ തോടായ കാരണേ കണ്ട കുഞ്ഞേട്ടൻ്റെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുന്നു. അറ്റാണ് നമ്മുടെ മതിലിൻ്റെ അറ്റം. ഇവിടെ ചീര അരിഞ്ഞു കൊടുക്കട്ടെ നമ്മുടെ കോഴികൾക്ക്. എന്താ എന്താ പറയുക സ്ട്രോങ് കത്തിയോണ്ട് അരിയുമ്പോഴേ എന്നെ അങ്ങടാ വലിക്കണേ ചീരക്കട. ഇന്നലെ നമുക്ക് മഴ പെയ്തില്ല. മഴ പെയ്തപ്പോൾ നോക്കിയേ മഴത്തുള്ളികൾ വീണിട്ട് നമ്മുടെ വേപ്പ് ഇങ്ങനെ തൂമ്പ് ഇങ്ങനെ അടിയിലേക്ക് ചാഞ്ഞ പോലെ നിൽക്കണേ. എന്തേ വാ തരാം. എല്ലാവരും വായോട്ടാ. വാ വായോ. വിശന്നൂല ഇന്ന്. കാറ്റ് കിടക്കാറില്ലല്ലോ അല്ലേ നമുക്ക് വിശപ്പ്. ഇന്ന് വിശന്നു. കഴിച്ചോട്ടാ. നമ്മുടെ പുറത്തുള്ള നമ്മുടെ ജീവജാലങ്ങളുടെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോൾ ഇതിട്ടാണെങ്കിൽ മക്കൾ വീട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ബിരിയാണി ഉണ്ടാക്കാന്ന്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോഴേ കുറച്ച് കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മുടെ ബിരിയാണി പിന്നെ മക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണ്. വെറുതെ എന്താ പറയുക പ്ലെയിൻ ആയിട്ടുള്ള ബിരിയാണി കൊണ്ടാണ് കൂടുതൽ ഇഷ്ടം. എങ്കിലും ഞാനൊരു സബോളയൊക്കെ ഇടും. അപ്പോൾ അതിലേക്കൊരു സബോളയും അതുപോലെ 2 പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. കുക്കറിലാട്ടോ നമ്മൾ ബിരിയാണി വയ്ക്കണേ. അപ്പോൾ ഒരു വിസിലടിച്ചാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതൊന്ന് വെക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എളുപ്പത്തിൽ വയ്ക്കുന്ന ബിരിയാണിയാണെന്ന്. അപ്പോൾ കുക്കറൊക്കെ വെച്ച് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമ്മൾ വറുത്തെടുക്കായിട്ട് ചെയ്യുന്നത് ആദ്യമാണ്. അണ്ടിപ്പരിപ്പ് ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ആ നെയ്യിലേക്ക് അരിഞ്ഞ് വെച്ചൊരു സബോള ഇട്ട് അതും ഒരു ഗോൾഡൻ കളറാവുന്നത് നമ്മൾ ആക്കിയെടുക്കും. സബോളയും ഇട്ടിട്ട് അതേപോലെ ഒരു കളറൊക്കെ ആയി വന്നപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിതിലേക്ക് 2 കറുകപ്പട്ട കേട്ടോ. അപ്പോൾ ഒരു കഷ്ണങ്ങളാക്കിയപ്പോൾ ഒരു 3-4 കഷ്ണം പോലൊക്കെ എടുക്കും ചെറുത്. പിന്നെ ഒരു തക്കോലം, ഒരു ജാതിപത്രി, പിന്നെ 2-3 ഏലക്കായ, പിന്നെ 2 നുള്ള് ജീരകം കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കും നന്നായിട്ട്. പിന്നെ നമ്മൾ ഒരു കറുകപ്പട്ടയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് 3-4 കഷ്ണങ്ങളാക്കി എടുത്തതും ഒരു 2 വെളുത്തുള്ളി നീളനെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിതാ കളർ ഇങ്ങനെ കുറേ ഗോൾഡൻ കളർ നാവിലെ കണ്ട ഇതേപോലെ കേട്ടോ. പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെയും കളർ ഇതേപോലെ ആയി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ 2 ഗ്ലാസ് അരിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്.
ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഒപ്പം തന്നെ നമ്മൾ അതിലേക്കുണ്ടല്ലോ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറിന് വേണ്ടിയിട്ടാട്ടോ മഞ്ഞപ്പൊടി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിത് കൂടെ തന്നെ 15 മിനിറ്റ് വരെ കുതിർത്തെടുത്ത അരിയാണ്, അതും കൂടെ ഒപ്പിട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി അരിയും വെള്ളം ഒപ്പം നമ്മൾ തിളയ്ക്കണം. ആദ്യം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മൂടി വയ്ക്കുള്ളൂ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തിളയ്ക്കട്ടെ. ഇതാ ഇതേപോലെ തിളച്ച് വന്നു. അപ്പോൾ നമ്മളിതാ മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വിസിലടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. ഒരു വിസിലൊക്കെ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി റെഡി ആയിട്ടാ. പിന്നെ നമുക്ക് നല്ല ഉള്ളടമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചൂടുള്ള പാലിലിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബിരിയാണി റെഡിയായി. എനിക്ക് ഇതിന് മുകളിലായിട്ട് ഞാനിതും കൂടി ഒന്ന് വെതറി കൊടുക്കും. പിന്നെ ഇത് നമ്മുടെ പപ്പായൊക്കെ ഇങ്ങനെ മധുര കളറിൽ ആക്കണതില്ലേ, റെഡ് കളറുള്ളത്, അതിവിടെ ഇരുന്നിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തു. ബിരിയാണി റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് ക്യാരറ്റ് പറിക്കാൻ പോകണം. നമ്മുടെ ക്യാരറ്റ് ഞാൻ ഇന്ന് പറിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നിട്ടാണെങ്കിൽ ഈ ഇടമഴ പെയ്യണ കാരണം നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് നാശമാവും. അപ്പോൾ അത് കാരണം അത് പറിക്കണം. പിന്നെ ഈ ഒരു ബിരിയാണി കേട്ടോ വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പറിക്കാൻ പോകാം. നമ്മുടെ ക്യാരറ്റ് കേട്ടാ. ഇന്നിപ്പോൾ എല്ലാ ക്യാരറ്റും നമ്മൾ പറിക്കുകയാണ്. കാരണം നമുക്ക് ഇടമഴ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ 2 ദിവസം മുന്നേ കറിക്ക് വേണ്ടിയിട്ട് പറിച്ചപ്പോൾ അതിലൊരു കട ചീഞ്ഞ് പോയി വെക്കണം. അപ്പോൾ വെള്ളം കൂടിയിട്ടാവണം മഴ പെയ്യുമ്പോഴേ. അപ്പോൾ ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ പറിക്കാൻ പോവാണ് കേട്ടാ. നോക്കിയേ, ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇതേ പുറത്തേക്ക് നല്ല വലുപ്പത്തിലൊക്കെ നമുക്ക് കാണാണ്ട് ഉണ്ടാ ഇതേപോലെ. അപ്പോൾ എന്തെങ്കിലും പറിച്ച് എടുക്കട്ടെ. നമുക്ക് ക്യാരറ്റ് പറിക്കുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ മണ്ണ് നമ്മളെങ്ങനെ പൊടിച്ച് എങ്ങനെ വെച്ചാലും ഇതിലൊരു കല്ലും ഇതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവിടത്തെ പോലെ ഇങ്ങനെ വലിക്കുമ്പോഴേക്കും കിട്ടില്ല കേട്ടാ. ഒന്ന് കൈക്കോട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ പിടിച്ച് വലിച്ച് ചിലപ്പോഴേ പൊട്ടിപ്പോവും. പിന്നെ അതേപോലെ തന്നെ ഇലകൾക്ക് വളർച്ച കൂടും, ബാക്കിയുള്ളവിടത്തെ പോലെയല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇവിടെ കാലാവസ്ഥയുടെയും ഒക്കെ ആവണം. നോക്കിയേ, കേട്ട് നല്ല വണ്ണമുണ്ട് കണ്ട, എൻ്റെ കയ്യിലെ നീളമുണ്ട്. ഇത് കുഞ്ഞ തൈകളാകുമ്പോഴേ ചിലപ്പോൾ നമ്മൾ 2 തൈയൊക്കെ വെക്കും. ഇത് ഒറ്റ കടയായി കാരണം ഈ ഒരു വലുപ്പത്തിൽ തന്നെ കിട്ടിയ പോലെ തൈയായിട്ട് കിട്ടിയപ്പോൾ. നോക്കിയേ, ഈ ഒരു ചെറുതൊന്ന് പൊട്ടിപ്പോന്നു കേട്ടാ. നീളമില്ല അധികം, പക്ഷെ കണ്ട തടിയുണ്ട്, നീളം കുറവ്. അത് നമ്മുടെ ഈ മണ്ണിൻ്റെയാണ്. നമ്മളെങ്ങനെ പൊടി മണ്ണാക്കിയാലും ഇവർക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവേ. വല്ല കല്ലുമ്മയ്ക്ക് തടയുമ്പോൾ അതുകൊണ്ട് അത് നിന്ന് വണ്ണം വയ്ക്കണേ. നല്ല ചാക്കിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് പോവും, നല്ല പൊടിമണ്ണിലേക്ക്. അപ്പോൾ നോക്കി നമ്മൾ ഇത്രയും ക്യാരറ്റ് ഇപ്പോൾ ഞാൻ പറിച്ചെടുത്ത് കഴിഞ്ഞൊരു 4 കടയിലുള്ള നമുക്ക് പറിക്കാം.
ഇത് നീളമുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിൻ്റെ ആവണം ഇങ്ങനെ ഉണ്ടച്ച് പോണതേ, താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാണ്ടേ. അതായാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നല്ല വണ്ണുണ്ട് നീളല്ലെങ്കിലും. കുറച്ച് വെള്ളം ഇങ്ങനെ തുറന്ന് പൊക്കോട്ടെ, കുറച്ച് അഴുക്ക് വെള്ളം. പിന്നെ നമുക്ക് ഒരു പപ്പായ നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ അതും പൊട്ടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഞൊട്ടാഞ്ഞൊടീനും പൊട്ടിക്കാനുണ്ട്. ഞൊട്ടാഞ്ഞൊടീനെ എന്നും പൊട്ടിക്കട്ടെ നമ്മൾ പോയിട്ട്. ആകെ 10 വീതം കിട്ടുള്ളൂ, ആ 10 നമ്മൾ കളയില്ല. ഒരു പിഞ്ഞാൻ കൂടി എടുക്കട്ടെ. പപ്പായ നമ്മുടെ ഈ വർഷത്തെ പപ്പായ അല്ല കേട്ടോ, കഴിഞ്ഞ വർഷത്തെ പപ്പയാണത്. അതുമത്തെ കായാണ് പൊട്ടിക്കാനുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നോക്കിയേ, നല്ല വലുപ്പമുള്ള പപ്പായ എന്താ. നമ്മുടെ റെഡ് ലെല്ലിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ കുരു വീണിട്ട് മുളച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ഷേപ്പൊക്കെയാണ് ഈ പപ്പായമെന്ന് എപ്പോഴും കിട്ടണത് നമുക്ക്. നമ്മുടെ ഞൊട്ടാഞ്ഞോടിയിട്ട് എത്ര ദിവസം ഇപ്പം ഇത് പൊട്ടിക്കണേ. ഇന്ന് ഇത്രയും കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയ്ക്കൊക്കെ തന്നെ ആയിട്ടാ കിട്ടുള്ളൂ നമുക്കിപ്പോൾ. നോക്കി അതിൻ്റെ വലിപ്പം ഞാൻ കാട്ടിത്തരാം. കണ്ടോ, നല്ല രസമാണ്. നമ്മൾ കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കളയാനേ തോന്നില്ല. കുറച്ച് വെള്ളം തുറന്നിട്ടാ കാരണം സുഖം ഉണ്ടാവും കഴുകിയെടുക്കാൻ. ഇതൊക്കെ ഇവിടെ ഇരുന്നേ വെള്ളം നന്നായി വാരട്ടെ. നമ്മുടെ ക്യാരറ്റ് കഴുകിയ വെള്ളമൊക്കെ വാർന്നപ്പോൾ ഞാൻ അത് എടുത്ത് കൊണ്ടു കേട്ടാ. ഇനിയിപ്പോൾ ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അയ്യോ, ഞാനേ നമ്മുടെ കത്തി കൊണ്ട് ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന കഴിയില്ല. ഞാനിത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഈ കാര്യം വിട്ടുപോയി. ഇതാകുമ്പോൾ പിന്നെ സുഖമാണല്ലോ ഒക്കെ. ഇന്ന് ഞാനുണ്ടല്ലോ ക്യാരറ്റ് അലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കി നമ്മൾ ക്യാരറ്റ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോനായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള ക്യാരറ്റ്. ഇതിലേക്ക് ഇതാ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് മൂടി വയ്ക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ക്യാരറ്റ് നുറുക്കിയിട്ടുള്ളത്. ഒരു 2-3 വിസിലടിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വിസിൽ പെട്ടെന്ന് തന്നെ അടിക്കുന്നുണ്ട് സ്പീഡിൽ. എന്നിട്ട് എയർ പോയി കഴിഞ്ഞാൽ നമ്മൾ തുറക്കും. നമുക്കുണ്ടല്ലോ കുക്കറിൽ വിസിലൊക്കെ വന്ന് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് അങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ട അമ്മരുണ്ട് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളമുണ്ട്, നമ്മൾ ഒഴിച്ച വെള്ളം ഇതിലുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ചൂടാറി കഴിയുമ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടൊക്കെ ആറ്റി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ നോക്കിയേ, ക്യാരറ്റ് കണ്ടേ ഇതേപോലെയായിട്ട് അടിച്ചെടുത്ത് നോക്കുന്നത്. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം, എങ്കിലാണ് ആ ക്യാരറ്റ് നന്നായിട്ട് നല്ല രസത്തിലാവുള്ളൂ. ഇനി നമുക്കിത് തീ കത്തിച്ച്
ഒരു കടായി ഇതാ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരട്ടെ. കടായി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി ഞാനിതാ 2 ടീസ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്ന് തുടങ്ങി. ആ സമയത്ത് നമ്മളുണ്ടല്ലോ ബദാം ഇട്ടാ, ഞാനൊരു 6 ബദാമാണ് ഇതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മളിതാ കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഉണക്കമുന്തിരി വീർത്ത് വരുന്നതോട് കൂടി നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഉണക്കമുന്തിരി വീർത്ത് തുടങ്ങി. ആ സമയത്ത് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു 2 ടീസ്പൂൺ കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്താൽ അപ്പോൾ തന്നെ നെയ്യ് ബാക്കിയുള്ളതുണ്ട്. അത് കൂടാതെയാണ് 2 ടീസ്പൂൺ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 3 വട്ടമായിട്ട് ഒഴിച്ചു നോക്കണ്ട, നന്നായിട്ട് 2 ടീസ്പൂണായിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചു കൊടുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ക്യാരറ്റിൽ നമുക്കറിയാം നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ കൈമയ്ക്കൊക്കെ ആവുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ തുണി ചുറ്റിയിട്ടുള്ളത്. ഇതിലത്തെ വെള്ളം വരികണ വരെയാണ് ഒന്ന് പൊട്ടിത്തെറിക്കുള്ളൂ. വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി പിന്നെ പൊട്ടിത്തെറിക്കൽ കുറയും. ക്യാരറ്റൊക്കെ ഇട്ടതാ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ 1 കപ്പ് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ 1 കപ്പ് ഈ 1 കിലോ ക്യാരറ്റിലേക്ക് ഈ 1 കപ്പ് മധുരം പാകമായിരിക്കും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പഞ്ചസാരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക വെള്ളത്തിൻ്റെ അംശം കൂടും. അപ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കൽ തുടങ്ങും. അങ്ങനെ ഇതായി വരുന്ന വരെ ഇതേപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് നാളികേരം പാൽ കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം പാൽ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ഒരു 8 ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് എന്താ പറയുക വറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഈ വെള്ളം ഒന്നും കൂടി നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ നാളികേരം പാൽ കിടന്ന് വറ്റണം. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ നാളികേരം പാൽ ഒഴിക്കുമ്പോഴായാലും അതിലത്തെ വെള്ളം വറ്റണ വരെ പൊട്ടിത്തെറിക്കൂട്ടാ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നാളികേരത്തിൻ്റെ പാലാട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 നാളികേരം ആയിരുന്നു കേട്ടോ. നമ്മളിതാ ഒരു വട്ടം കൂടി നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി വീണ്ടും മുന്നത്തെ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി അതേപോലെ ഈ നാളികേരം പാലിൽ കിടന്ന് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. 2-മതും പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ബാക്കിയുള്ള പാല് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പാലും നമുക്കിതിൽ കിടത്തി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിതാ പാലൊക്കെ ഒഴിച്ചു ഇതേപോലെ വീണ്ടും വറ്റിച്ചെടുത്തിട്ടുണ്ട്. 1-ാം പാല് നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, അത് ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കിയാൽ 2 ടീസ്പൂണ് കോൺഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കൽ മാത്രമല്ല നന്നായി വറ്റിച്ചെടുക്കും വേണം കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റും കണ്ടതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുള്ള കേട്ടാ. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണിത്. പക്ഷേ കഴിക്കുമ്പോൾ
നല്ല ടേസ്റ്റുമാണ്. നമ്മളുണ്ടല്ലോ കോൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് നോക്കിയാൽ ഇതേപോലെ കട്ടയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഒന്നാം പാൽ കേട്ടോ, നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്. നമുക്കിതാ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഈ ഒന്നാം പാൽ കിടന്നിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ക്യാരറ്റ് കണ്ട പാത്രത്തിൽ കിടന്നിങ്ങനെ ഓടി തുടങ്ങി. അപ്പോൾ അതായത് ഇത് ഇനി നമുക്ക് നല്ല കട്ടയായി കിട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടി ഇതിൽ എന്താ പറയുക, നമ്മൾ വീഡിയോയിൽ പെട്ടെന്ന് പെടാണ്ട് പോയി ചെയ്ത സമയത്ത് ക്യാമറ ഓൺ ആക്കിയില്ല. പക്ഷെ അത് എന്നിട്ടാണെങ്കിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളികേരം പാൽ ഒഴിക്കുന്ന സമയത്ത് വെറുതെ ഒരു നുള്ളു, അതായത് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ ബദാം പരിപ്പുണ്ടല്ലോ, നമ്മളിതാ ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ കുറച്ച് വെള്ളം ഉള്ളു കേട്ടോ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ചെറുതായിട്ട് നമുക്കൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ എള്ളുണ്ടല്ലോ ഒന്ന് വെതറി കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലായിടത്തേക്ക് ആവേണ്ട രീതിയിലൊന്ന് കേട്ടോ. നെയ്യ് പുരട്ടിയ കാരണം അതിങ്ങനെ പറ്റി പിടിച്ചിരുന്നുള്ളൂ. ഇനി നമുക്കുണ്ടല്ലോ ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക്. കൃത്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഉള്ളതായിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒരു ടീസ്പൂണ് നെയ്യിൽ മുക്കിയിട്ടുള്ള ടീസ്പൂണാണ്. നമുക്കിതാ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്യാസ് കണ്ട പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് മടുപ്പുമേ എന്തും അത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഇപ്പോൾ ക്യാരറ്റ് മാത്രമല്ല എന്ത് സാധനങ്ങളും നമ്മൾ വരട്ടിയെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ കഴിക്കാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കേടാവാതിരിക്കുകയും ചെയ്യും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് കേടാവാതെ പുറത്തും വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം എല്ലാവരും ഫ്രിഡ്ജിലാവും വയ്ക്കുക. അപ്പോൾ അങ്ങനെ കേടാവാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ കൊണ്ട് പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് വീണ്ടും കുറച്ചും കൂടി എള്ളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിടാം കണ്ട. ഇപ്പം നമ്മുടെ നോക്കിയാൽ കാറ്റിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ടിട്ട് എനിക്ക് ഈ പാത്രത്തുമ്പോൾ പിടിക്കുമ്പോൾ. അപ്പോൾ ഇത് ചൂടാറി കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഷായറ്റിനെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി നോക്കി എടുക്കട്ടെ. ഞാൻ നമ്മുടെ ക്യാരറ്റ് ഹലുവ നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അപ്പം ഞാൻ ഒരു കോഴിച്ചാണ് നല്ല കൂവല്. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വീതിയിലൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരിയൊന്ന് നമുക്കിങ്ങനെ ആക്കാം. എന്താ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതിലേക്കൊന്ന് കമത്തി കൊടുക്കാം കേട്ടോ. നോക്കിയേ എന്ത് രസമായിട്ട് കിട്ടുകണേന്ന്. അപ്പോൾ ഇതാ കാറ്റലും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ കാറ്റലും ഉണ്ടാക്കിയത് കണ്ടിട്ടാണാവോ 2 സൈഡിലും കോഴിച്ചാത്തന്മാർ നിന്ന് കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഷായറ്റിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. വരുന്നത്
കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നോക്കിയേ അതിൽ വരെ ഭംഗി. ഇതേപോലെ ഒരു കഷ്ണമായിട്ട് നമ്മൾ മുറിച്ചെടുത്തോണേ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അടിപൊളി അടിപൊളി. അതേപോലെയല്ലേ ക്യാരറ്റിന്റെ കളർ ഉണ്ടാവും നമ്മുടെ ലേശമായിട്ട് കയ്യും വേക്കണ്ട. അത്ര രസമുള്ള അയ്യാലുവ നോക്കിക്കേ അല്ലേ. കൈക്ക് ഒരു അവരെ പറഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ പിടിക്കണം, തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ കൈമസ് ആ കളർ തന്നെ ആവാം. അതെ, വായിലേക്ക് ഇടുമ്പോഴേക്കും ഇങ്ങോട്ട് പോവും. അത്ര രസമായിട്ടുള്ള അരുവിയാട്ടാ ഇത്. കുറച്ച് പണികളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ തന്നെ കയറ്റി പറിച്ച് സ്മിതയ്ക്ക് എത്തി കുറച്ച് പണി വന്നിട്ടുണ്ട് ഇതിന് ഇല്ലേ. ഞാനൊരു രണ്ട് മണിക്കൂറിനധികം പുറത്ത് പോയിട്ട് വന്നത്, അതുവരെ ഈ പണിയുണ്ട് ആള് അടുത്തല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കയറ്റ് മേടിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറയില്ല എന്ന് വെച്ചാൽ അത്രയധികം പണിയുള്ള കാരണം. എന്നാലും നോക്കിയോളാം, അത്ര രസമാണ്. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടിടാം.